നമസ്കാരം. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് പ്രതിയെയും പോലീസിനെയും രക്ഷിക്കാനായി സിപിഎം നടത്തുന്ന ശ്രമങ്ങൾ പൊളിഞ്ഞു വീഴുന്നു. വിധി വന്നതിന് പിന്നാലെ വണ്ടിപ്പെരിയാറിലേക്ക് കുതിച്ചെത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഗവർണറുടെ ഈ ഇടപെടൽ. സംഭവത്തിന്റെ വിശദമായ റിപ്പോർട്ട് രാജ്ഭവൻ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഗവർണറുടെ നീക്കം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി സംഭവത്തിൽ ഇതുവരെ നടന്ന അന്വേഷണത്തിൽ പാകപ്പിഴയില്ല എന്ന് വ്യക്തമാക്കി. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണവുമായി കുട്ടിയുടെ അച്ഛനും രംഗത്തെത്തി. പോലീസ് പ്രതിക്കൊപ്പം നിന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തിയാൽ ആനുകൂല്യം ലഭിക്കില്ല. ആ കത്ത് വന്നപ്പോഴാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് അറിയാനാവുന്നത്. കേസിൽ പ്രതിയായ അർജുൻ പള്ളിയിൽ പോകുന്നയാളാണ് എന്ന് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ പോലീസ് അലംഭാവം കാണിച്ചുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. ഡിവൈഎസ്പിക്ക് പിന്നീട് പരാതി നൽകി. തുടർന്ന് സിഐയെ സമീപിക്കാൻ പറഞ്ഞു. പീരുമേട് MLAയുടെ കത്തും നൽകി. എന്നിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പം തന്നെ നിന്നു. SC/ST നിയമം ചുമത്തിയാൽ അന്വേഷണം ഡിവൈഎസ്പി നടത്തണം. ഇതൊഴിവാക്കാനാണ് ആ വകുപ്പ് ഇടാതെയിരുന്നത്. കേസ് നീണ്ടുപോകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപ്പീൽ നൽകുമെന്ന് 6 വയസ്സുകാരിയുടെ കുടുംബം പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് കരുതുന്നില്ല എന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് മാത്രമാണ് ജഡ്ജി കേട്ടത് എന്നും കുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നും ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ പറഞ്ഞു. അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാനാകും. അർജുൻ തന്നെയാണ് പ്രതി എന്ന് തന്നെയാണ് 100% നിഗമനവും. വിധിയിലെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിധിക്കെതിരെ അപ്പീൽ നൽകും. സംഭവം നടന്ന അന്ന് രാത്രി തന്നെ ക്വാർട്ടേഴ്സിൽ എത്തിയിരുന്നു. തുടർന്ന് സ്ഥലം സീൽ ചെയ്ത് സുരക്ഷിതമാക്കി. പിറ്റേ ദിവസം രാവിലെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയായിരുന്നുവെന്നും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് വിദഗ്ധനും ഫോട്ടോഗ്രാഫറും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും TD സുനിൽകുമാർ പറഞ്ഞു. കേസിലെ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി പ്രോസിക്യൂട്ടറുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായ TD സുനിൽകുമാർ കൂടിക്കാഴ്ച നടത്തി. അതേസമയം പ്രതിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വെറുതെ വിട്ട കോടതി വിധി റദ്ദാക്കാനായി അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. സാക്ഷികളുടെ മൊഴിയിലെ ചെറിയ വ്യത്യാസം പോലും കോടതി വലുതായി കണ്ടു. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ വിധിയിലില്ല. അന്വേഷണത്തിൽ പാളിച്ച എന്ന പരാമർശം ശരിയല്ല. പോലീസ് കൃത്യസമയത്ത് സ്ഥലത്തെത്തി. CI പിറ്റേ ദിവസമാണ് കേസ് ഏറ്റെടുക്കുന്നത്. വിരലടയാള വിദഗ്ധർ ഒപ്പമുണ്ടായിരുന്നു. മൊഴികളിലെ വൈരുദ്ധ്യമെന്നതിൽ അടിസ്ഥാനമില്ല. മൊഴികളിൽ ചെറിയ വ്യത്യാസമുണ്ടാകുമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തേണ്ട കാര്യമില്ല എന്നും അഡ്വക്കേറ്റ് സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചുവെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണ് എന്നും മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് ഈ കൃത്യം ചെയ്തത് എന്ന് പോലീസ് കണ്ടെത്തിയത്. പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്നാൽ CPI നേതാവ് KK ശിവരാമൻ സ്വീകരിച്ചത് സർക്കാർ വിരുദ്ധ നിലപാടാണ്. CPM ആണ് പ്രതിക്ക് പിന്നിലെന്ന വിവരം പുറത്തുവിട്ടത് CPI നേതാക്കളാണ് എന്നാണ് വിവരം. പ്രതി 3 വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു. മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് പീഡിപ്പിച്ചിരുന്നത്. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന TD സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. 2021 സെപ്റ്റംബർ 21-ന് കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം, ബലാത്സംഗം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി.
പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ രണ്ടുപേരും SC വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇത് അനുവദിച്ചില്ല. എന്നാൽ അർജുൻ ഡിവൈഎഫ്ഐ നേതാവാണ് എന്ന് ആദ്യം പുറത്തുവിട്ടത് പരിവാർ നേതാക്കളാണ്. കോടതി വെറുതെ വിട്ട അർജുൻ എന്ന ഡിവൈഎഫ്ഐ നേതാവിനെ കോടതിയിൽ നിന്ന് പോലീസ് കൊണ്ടുപോയത് കാണണമായിരുന്നുവെന്ന് മുതിർന്ന പത്രപ്രവർത്തകനും സംഘപരിവാർ ബുദ്ധിജീവിയുമായ GK സുരേഷ് ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രതിയെ ഓടിച്ചു കൊണ്ടുവന്ന് ജീപ്പിൽ കയറ്റുകയായിരുന്നു. ജനരോഷം ഭയന്ന് തെളിവുകൾ നിരത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതാണ് 6 വയസ്സുള്ള പെഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ വിടാൻ കാരണം. പ്രതിയെ വിടാൻ സാഹചര്യമൊരുക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥന് ബഹുമതി നൽകണം. ബഹുമാനപ്പെട്ട DGP ഷെയ്ഖ് ദർവേർ സാഹിബ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചുമതല ഒഴിയണം. ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന കേസ് ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ട് വിട്ടുപോകുന്നത് ആദ്യത്തെ സംഭവമല്ല. വാളയാറിലും കണ്ടതാണ്. 36 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ കേരള പോലീസിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എത്രയോ നീതിമാന്മാർ അപമാനം കൊണ്ട് തല കുനിയുന്നു. പൊതുസമൂഹത്തോട് എന്ത് പറയാനാകും? ആ കുഞ്ഞിന്റെ അമ്മയെയും അച്ഛനെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ നീതി നിർവഹണവും പരാജയപ്പെടുകയല്ലേ? ഹൈക്കോടതി സ്വമേധയാ ഇത് പരിഗണിക്കണം. വാളയാറിന് പിന്നാലെ വണ്ടിപ്പെരിയാറും ഇങ്ങനെ വായില്ല കുന്നിലപ്പനാകുകയാണോ എന്നും ഉന്നത നീതിപീഠവും ഇതിനാണോ ശ്രമിക്കുന്നത് എന്നും സുരേഷ് ബാബു ചോദിക്കുന്നു. സംഘപരിവാർ നേതാക്കളിൽ നിന്നാണ് വിഷയത്തിന്റെ ഗൗരവം ഗവർണർ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പിണറായിക്ക് വീണ്ടും പണി കൊടുക്കാൻ ഗവർണർ തീരുമാനിച്ചത്. എന്നാൽ അപ്പീലിന്റെ സാധ്യത വിരളമാണ്. പുനരന്വേഷണം നടന്നാൽ മാത്രമേ അപ്പീലിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ഇല്ല എങ്കിൽ ഇതും വാളയാർ കേസ് പോലെ ചരിത്രത്തിലേക്ക് എഴുതി തള്ളും. ഇക്കാര്യം നിയമവൃത്തങ്ങൾക്കും പോലീസിനും അറിയാവുന്നത് കൊണ്ടാണ് അവർ ആരും തന്നെ തെളിവുകൾ ഇല്ലാതാക്കിയത്. ഗവർണർ ആവശ്യപ്പെട്ടാൽ വണ്ടിപ്പെരിയാറിൽ CBI വരും. ഒരുപക്ഷെ CBIക്ക് ഡിവൈഎഫ്ഐക്കാരനെ പൂട്ടാൻ കഴിഞ്ഞേക്കും.